പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നു വന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മെശിഹായോട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കർത്താവിൽ ശിഷ്യരായിരിക്കുന്ന ക്രിസ്തുവിൽ മാമോദിസ ഏറ്റ് ലോകത്തിൽ കർത്താവിനോടുകൂടെ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ ഐക്യപ്പെട്ടവരായ ക്രിസ്തുവിൽ ജനിക്കപ്പെട്ട ഏവർക്കും പ്രസക്തമായ ഒരു ഭാഗമാണ് വിശുദ്ധനായ മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 35, 36, 37, 38 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനോട് തന്നെ സമാനമായി വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് ചിന്തോദ്ദീപമായ തലത്തിൽ ആത്മീയ വളർച്ച ഉതകുന്ന വലിയ ക്രിസ്തു സാക്ഷ്യം, ക്രിസ്തുവിൻ്റെ വചനം നമുക്ക് ലഭിക്കുന്നു. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിലെ യാക്കോബ് യോഹന്നാനും സെബദി മക്കളായ സഹോദരങ്ങൾ കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ടീച്ചർ, വി വാണ്ട് യു ടു ഡു ഫോർ അസ് വാട്ട് എവർ വി ആസ്ക്. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഈ ഭാഗം കാണുന്ന സെബദി മക്കളുടെ അമ്മ പരിശുദ്ധ കന്യമറിയ അമ്മയുടെ കസിൻ സിസ്റ്ററാണ്, സലോമിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അമ്മ വന്ന് ചോദിക്കുന്നതായിട്ടാണ്. ഷീ കെയിം ടു ജീസസ് വിത്ത് ഹെർ സൺസ് ആൻഡ് നീലിംഗ് ഡൗൺ ആസ്ക്ഡ് എ ഫേവർ ഓഫ് ഹിം. മക്കൾക്ക് വേണ്ടി അമ്മയുടെ ഒരു യാചന. ആവശ്യം എന്താണ്? Grant that one of these two sons of mine may sit at your right and the other at your left in your kingdom. നിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് അവിടുത്തെ രാജ്യത്തിൽ ഇരിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണം, അവകാശം നൽകണം. ഈ സഹോദരങ്ങൾ ചോദിക്കുന്നത്, ലെറ്റ് one of us sit at your right and the other at your left in your glory. നിന്റെ മഹത്വത്തിൽ, അല്ലെങ്കിൽ നീ മഹത്വത്തിൽ വെളിപ്പെടുമ്പോൾ ഞങ്ങൾ ഒരാൾ വലത്തും ഞങ്ങൾ ഒരാൾ ഇടത്തും ഇരിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. ഒരു ഹ്യൂമൻ അംബീഷൻ, മനുഷ്യൻ്റെ അഭിലാഷം, അതിൻ്റെ ബോധമില്ലായ്മ, അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യരായ സഹോദരങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സാമാന്യ ബോധത്തിൽ നിന്ന് ഉണ്ടാകേണ്ട വിവേകമില്ലായ്മ ഈ അഭിലാഷത്തിൽ മുഴച്ചു നിൽക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മറുപടി വളരെ പ്രസക്തമാണ്. ചിന്തയ്ക്ക് നമ്മൾ ആ ഭാഗം കുറച്ച് സമയമെങ്കിലും മനനം ചെയ്യേണ്ടതാണ്. കർത്താവ് ചോദിക്കുന്നതാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷം 10:38, യു ഡു നോട്ട് നോ വാട്ട് യു ആർ ആസ്കിങ്. നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കറിയുകയില്ല എന്നാണ്. നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കറിയുകയില്ല. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന എന്നെ കേൾക്കുന്നവരെ, സജീവനായ പിതാവിൻ്റെ വലത്തുഭാഗത്ത് മഹത്വത്തോടെ എഴുന്നള്ളിയിരിക്കുന്ന സജീവനായ നമ്മുടെ കർത്താവിനോട് നാം ഒരു കാര്യം ചോദിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എന്താണ് ചോദിക്കേണ്ടത്? ആ ചോദിക്കാനുള്ള വിലയും നിലയും എന്താണ്? ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത്? യോഗ്യമല്ലാത്ത ചോദ്യങ്ങൾ, യോഗ്യതയില്ലാത്ത ആവശ്യങ്ങൾ,
അൺക്വാളിഫൈഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻഎലിജിബിൾ നീഡ്സ്. ഇത് രണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്യണം. രണ്ട് കാര്യങ്ങളെ പ്രത്യേകം ഓർക്കുക. The quest for temporal power and glory is unfitting for a disciple. ഒരു കർത്താവിൻ്റെ അനുയായിയായി ജീവിക്കാൻ വിധിക്കപ്പെട്ട നമുക്ക് താൽക്കാലികമായ ശക്തി പ്രാപിക്കുകയോ ഈ ലോകത്തിലെ മഹത്വം പ്രാപിക്കുകയോ അതിനുതകുന്ന തരത്തിലുള്ള അൺഫിറ്റിംഗ് ആയിട്ടുള്ള, ഒരു തരത്തിലും യോഗ്യമല്ലാത്ത, എല്ലാ തരത്തിലും ഒരു ശിഷ്യന് അനുയോജ്യമായ ഒരാഗ്രഹം ദൈവമുമ്പാകെ നാം പ്രകടിപ്പിക്കരുത്. പ്രാർത്ഥനയിലൂടെ നാം യാചിക്കരുത്. അത് വിളിച്ച വിളിയെപ്പറ്റിയുള്ള മഹത്വം നഷ്ടപ്പെട്ടു പോയ ഒരുവൻ്റെ പ്രതികരണമാണ്. രണ്ടാമത്, ദ ക്വസ്റ്റ് ഷോസ് ആൻ earthly misunderstanding of the kingdom of God. ഈ ചോദ്യം നമുക്ക് ബോധ്യം നൽകുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഭൗമികമായ തെറ്റിദ്ധാരണയാണ്. ദൈവരാജ്യം എന്നാണ് അതിൻ്റെ വലിമ, അതിൻ്റെ വിപുലത എന്താണ്, അതിൻ്റെ ആഴമെന്താണ്, അതിൻ്റെ സത്യമെന്താണ്? അത് ഈ ലോകത്തിൽ ഉള്ള കാണപ്പെടുന്ന, തൊട്ട് രുചിച്ച് കണ്ട് കേട്ട് അറിയാവുന്ന ഏതെങ്കിലും സാമഗ്രികളുമായി ബന്ധപ്പെട്ടതാണോ? ദ ഹയസ്റ്റ് പ്ലേസ് ഓഫ് ഓണർ, ഉയർന്ന സ്ഥാനം ലഭിക്കണം. ധ്യാനത്തിനായിട്ട് ഉള്ള ചില ഐക്കൺസ്, അതിൽ കർത്താവിൻ്റെ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ഇരിക്കുവാൻ യോഗ്യരായ രണ്ടുപേരെയാണ് വേദപുസ്തകപ്രകാരം ചിത്രീകരിക്കുന്നത്. ഒന്ന് പരിശുദ്ധയായ കന്യാമറിയാമും, ഒന്ന് കർത്താവിൻ്റെ മുന്നോടിയായ വിശുദ്ധനായ യോഹന്നാൻ മാഗ്ദാനയും. അതുകൊണ്ട് തന്നെ പൗരസ്ത്യ സഭയുടെ, നമ്മുടെയൊക്കെ ആരാധനയിൽ നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമുദീസ തന്ന യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. കാരണം they are so near to our Lord. അവരുടെ മധ്യസ്ഥയോട് കൂടെ നിന്നാണ് നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും യാചനകളും എല്ലാം തുടങ്ങുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യാക്കോബിൻ്റെ ലേഖനം 4-2 പറയുകയാണ്, when you ask, you do not receive because you ask with the wrong motives, that you may spend what you get on your pleasures. നിനക്ക് ഭോഗിക്കുവാൻ വേണ്ടി നീ ചോദിക്കുന്നു, അതുകൊണ്ട് ദൈവം നീ ചോദിക്കുന്നു പലതും നിനക്ക് ലഭിക്കാതെ പോകും. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ട്, അധികാരമുണ്ട്, ആ ഒരു പ്രിവിലേജ് നമുക്കുണ്ട്. പക്ഷെ എന്ത് ചോദിക്കണം? കർത്താവായ മശിയ തമ്പുരാൻ ഇവിടെ അതിനോട് ചേർന്ന് പറയുന്ന ഒരു മനോഹരമായ വാക്യമുണ്ട്. ആർ യു ഏബിൾ ടു ഡ്രിങ്ക് ദ കപ്പ് ദാറ്റ് ഐ ഡ്രിങ്ക് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് വിത്ത് ദ ബാപ്റ്റിസം ദാറ്റ് ഐ ആം ബാപ്റ്റൈസ്ഡ് വിത്ത്? ഞാൻ കുടിക്കുവാൻ പോകുന്ന കാസ നിങ്ങൾ കുടിക്കുമോ? ഞാൻ ഏൽക്കുവാൻ പോകുന്ന മാമോദിസ നിങ്ങൾ ഏൽക്കുമോ? അവർ അബ്രപ്റ്റായിട്ട് പറയുകയാണ്, യെസ് ലോർഡ്, ഞങ്ങൾ ഏൽക്കും. ബോധമില്ലാത്ത പ്രതികരണങ്ങൾ അപകടകരമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ്. ഹിസ് ക്രൂസിഫിക്ഷൻ ഈസ് എ കപ്പ് ആൻഡ് ഹിസ് ഡെത്ത് ദ ബാപ്റ്റിസം. ബാപ്റ്റിസം എന്താണ്? 30-ാം വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തു മാമൂസ ഏറ്റു, അതുകൊണ്ട് നമ്മൾ 30-ാം വയസ്സിൽ മാമൂസ ഏൽക്കണമെന്നൊക്കെ യാതൊരു വേദപുസ്തക ദൈവശാസ്ത്ര അടിസ്ഥാനമില്ലാതെ ചോദിക്കുന്നവരുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബാപ്റ്റിസം?
എന്താണ് കർത്താവായ യേശു ക്രിസ്തു കുടിച്ച ആ കപ്പ്, ആ പാനപാത്രം? എബ്രായ ലേഖനം 12:2 പറയുന്നു, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തു മരണം ആസ്വദിച്ചു എന്നൊക്കെ ചില പിതാക്കന്മാർ എഴുതാറുണ്ട്. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷത്തെ ഓർത്തു. ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മിഷൻ, ഇറ്റ്സ് എ ഗ്രേറ്റ് മിഷൻ ഫോർ ദ ഹോൾ ഹ്യൂമൻ ബീയിങ്, ദ ഹോൾ വേൾഡ്. ഫോർ ദ ജോയ് സെറ്റ് ബിഫോർ ഹിം ഹി എൻഡേഴ്സ് ദ ക്രൂസ്. ആ കുരിശിനെ സഹിച്ചു. അപമാനമൊന്നും അലക്ഷ്യമാക്കിയില്ല, അതൊക്കെ അലക്ഷ്യമാക്കി കളഞ്ഞു. കർത്താവിനെ നിന്ദയുടെ കുരിശ് ചൊപ്പിച്ചായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദ ക്രോസ് ഓഫ് കേഴ്സ് ഓർ ഡിസ്മേ. അപമാനം സഹിച്ചു, പക്ഷേ അതുകൊണ്ട് ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. അപ്പോൾ കർത്താവ് ഏറ്റ ആ പാനപാത്രം, കുടിച്ച പാനപാത്രം, അത് കർത്താവിൻ്റെ കുരിശിലെ കഷ്ടതയാണ്. ഇവിടെ മഹത്വത്തിലേക്ക് ഞങ്ങളെ കൂടെ ചേർക്കുമോ എന്നാണ് ചോദിച്ചത്. വളരെ വ്യക്തമായ റോമാലേഖനം 8 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ കർത്താവിൻ്റെ കഷ്ടതയിൽ പങ്കാളികളാകുന്നുവെങ്കിൽ അവൻ്റെ മഹത്വത്തിലും പങ്കാളികളാവും. കഷ്ടതയ്ക്ക് തന്നെ വളരെ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ കഷ്ടത നാം ചെയ്യുന്ന പാപം കൊണ്ട് വരുന്ന കോൺസിക്വൻസ് അല്ല. നാം നിർമ്മലരായി ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് വന്ന് സംഭവിക്കുന്ന അതികഠിനമായ ജീവിതത്തിലെ പ്രതിസന്ധികളുണ്ട്. അവയെ കർത്താവിൻ്റെ കുരിശിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന കഷ്ടതയായി നാം കണ്ടെത്തി സന്തോഷത്തോടെ, അപമാനം വരാം, എല്ലാവരും തള്ളിക്കളഞ്ഞെന്ന് വരാം, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വരാം, ലോകത്തിൽ അപമാനിതരായിത്തീർന്ന് വരാം. പക്ഷേ അതെനിക്ക് കർത്താവ് തരുന്ന ഒരു മഹത്വത്തിൻ്റെ അടയാളമാണ്, ഒരു മഹത്വത്തിൻ്റെ വഴിയാണെന്ന് ബോധ്യപ്പെട്ട് ആ പാനപാത്രം കുടിക്കാനായി സാധിക്കുമോ? രണ്ടാമത് റോമാലേഖനം 6:3-6 വരെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ മാമോദീസായുടെ അർത്ഥം പൗലോസ് പഠിപ്പിക്കുന്നു. ഹിസ് ഡെത്ത് ഈസ് ബാപ്റ്റിസം. ഹി വാസ് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ്, യെറ്റ് ഇറ്റ് ക്ലെൻസ് ദ വേൾഡ്. അവൻ്റെ മരണം സ്നാനമാണ്. അവൻ അതിൽ പൂർണ്ണമായും മുഴുകി, എന്നിട്ട് അത് ലോകത്തെ മുഴുവനും ശുദ്ധീകരിക്കുന്നതാക്കി തീർത്തു. കേവലം ഒരു വലിയ വാട്ടർ റിസർവയർ, അതിൽ നമ്മൾ മുങ്ങുന്നതാണോ, മാമുസ തൊട്ടിയിൽ മുങ്ങുന്നതാണോ, വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്നതാണോ? ഇതൊന്നുമല്ലല്ലോ മാമുദീസായുടെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങൾ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം ആണ് മാമോദീസ. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, നാം ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുന്നു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എൻ്റെ ഈ പാനപാത്രം എടുക്കാനായി സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ യാചനകൾ, പ്രാർത്ഥനകൾ, നമ്മുടെ അപേക്ഷകൾ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം? 1. സീക്കിംഗ് ദ വിൽ ഓഫ് ഗോഡ്, അലൈൻമെൻറ്റ് വിത്ത് ഡിവൈൻ വിൽ. നമ്മുടെ യാചനകൾ ഹിതപ്രകാരമായിരിക്കണം, ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കണം. അത് ദൈവത്തിൻ്റെ ഹിതത്തോട് യോജിച്ച് നിൽക്കണം. ദൈവം ആഗ്രഹിക്കാത്ത ഒന്നും ചോദിക്കാൻ പാടില്ല. ക്രിസ്ത്യൻ prayer should be seeking to align with God's will. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ആഗ്രഹത്തോട്, നിയോഗത്തോട് യോജിച്ച് നിൽക്കുകയാണ്. rather than merely asking for personal desire. നമ്മുടെ വ്യക്തിപരമായ ഭോഗത്തിനു വേണ്ടി ചോദിക്കുന്ന ഒരു പ്രകൃതം നമ്മളിൽ നിന്ന് മാറണം. കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. എ സോവറിൻ ഗോഡ്, സർവശക്തനാണ്. ഒന്നാമത് നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്. രണ്ടാമത്, അവർ പ്രെയർ
ഷുഡ് കൺഫേമിംഗ് ടു ക്രൈസ്റ്റ് മിഷൻ, എ ക്രൈസ്റ്റ് സെൻറ്റേഡ് റിക്വസ്റ്റ്. ക്രിസ്തുവിൻ്റെ ദൗത്യമായി പൊരുത്തപ്പെടുന്ന ഒരു യാചനയായിരിക്കും നമ്മുടെ യാചനകൾ. ക്രിസ്തു കേന്ദ്രീകൃതമായ അഭ്യർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നാം കല്ലിനോടും മണ്ണിനോടും അല്ല, പിതാവിൻ്റെ വലത്തുഭാഗത്ത് സജീവനായിരിക്കുന്ന ജീവനുള്ള ദൈവത്തോട് ആ മുഖാമുഖം കണ്ടുകൊണ്ട് ത്രിത്വ ദൈവത്തെയാണ്, സത്യത്തിലും ആത്മാവിലുമാണ് നാം ആരാധിക്കുന്നത്. അവിടെ ദൈവം ഭൂമിയിൽ നമ്മൾ ലോർഡ്സ് പ്രേയർ പ്രാർത്ഥിക്കുന്ന പോലെ, കർത്താവേ നിൻ്റെ രാജ്യം വരണമേ, അതാണ് അൾട്ടിമേറ്റ് എയിം. ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണം. അത് ശുദ്ധ മനസ്സരായ തൻ്റെ മക്കളിലൂടെ മാത്രമേ ഈ ലോകത്ത് സാധിക്കുകയുള്ളൂ. ഗ്രീഡി ഓഫ് നൈസ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. പ്രയർ എന്ന് പറയുന്നതിൽ 3 കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം. ദ സാൽവേഷൻ ഓഫ് സോൾസ്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്സ് കിങ്ഡം, ദൈവരാജ്യത്തിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ഗുഡ് വെർച്യൂസ്, നമ്മളിലുള്ള സദ്ഗുണങ്ങൾ വർദ്ധിക്കാനായി പ്രാർത്ഥിക്കണം. അപ്പം ചോദിച്ചാൽ കല്ല് തരുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ തരുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ തരുമോ? ഭൗമികരായ നിങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകും. അപ്പം നമ്മുടെ ഇന്ന് കേൾക്കുന്ന കേൾവികളും പ്രാർത്ഥനകളും ആത്മീയ ചിന്തകളും പ്രബോധനങ്ങളുമൊക്കെ കേവലം ലോകമയമായ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതായി തീരുന്നെങ്കിൽ ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ എത്രയോ അകലത്തിലാണ് സഹോദരങ്ങളെ. കൂടെ നിന്ന ഈ 2 സഹോദരങ്ങളുടെ സ്വപ്നങ്ങൾ, മൂഢമായ സ്വപ്നങ്ങൾ, ഒരിക്കലും അർഹതയില്ലാത്ത സ്വപ്നങ്ങൾ, സ്വപ്നത്തിൻ്റെ തേരിൽ നമ്മൾ യാത്ര ചെയ്യാൻ പാടില്ല. യാഥാർത്ഥ്യങ്ങളുടെ കാളവണ്ടിയിൽ വേണം യാത്ര ചെയ്യുവാൻ. യാഥാർത്ഥ്യങ്ങളാകുന്ന കാളവണ്ടിയിൽ യാത്ര ചെയ്യണം. അതുപോലെ 3ാമത് പിതാക്കന്മാർ ഓർപ്പിക്കുന്നത് പ്രേയർ ആസ് എ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിവൈൻ ലൈഫ്. പ്രേയർ എന്ന് പറയുന്നത് ദൈവിക ജീവിതത്തിൽ പങ്കാളിത്തം എന്ന നിലയിൽ പ്രാർത്ഥിക്കണം. ദൈവിക ജീവിതം, തെയോസിസ് എന്നൊക്കെ പറയാം, ദൈവീകരണം, ദൈവത്തിൻ്റെ ആ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹത്തോടെ, അതിനുവേണ്ടി തീഷ്ണതയോടെ ശ്രമിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാവിൽ തീഷ്ണതയോടെ നാം നിന്ന് പ്രേയർ ആസ് എ പാർട്ടിസിപ്പേഷൻ ഡിവൈൻ ലൈഫ്, ദൈവികമായ ജീവിതത്തിൽ പങ്കാളികളാകണം. കർത്താവേ, ഞാനൊരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കഴിയുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ഓർപ്പിക്കുന്ന പോലെ നമ്മുടെ ഈ മോർട്ടൽ ബോഡി, നശ്വരമായി പോകുന്ന ഈ ശരീരത്തിന്മേൽ, ഈ മോർട്ടൽ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ നശിക്കാത്ത ശരീരരക്തങ്ങൾ ഭക്ഷിക്കുമ്പോൾ ആ ഉണ്മ സ്വീകരിച്ച് ഈ നശിച്ചു പോകുന്ന മൺകൂടാരം ബലപ്പെട്ട് ക്രിസ്തുവിൻ്റെ തലയോളം വളരുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു ദൈവീകരണ പദ്ധതി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ദാനം ചെയ്യുന്നു. അത് ഈ ലോകം തരുന്നത് പോലെയല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തമായി ബലപ്പെടുത്തട്ടെ. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, യു ഡു നോട്ട് നോ വാട്ട് യു ആർ ആസ്കിങ്. അറിയാത്ത കാര്യങ്ങൾ ദൈവത്തോട് മൗഢ്യമായി ചോദിക്കരുത്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 11:24 പറയുന്നു, ബിഫോർ യു ആസ്ക് യു ഷുഡ് ബിലീവ് ഇറ്റ് ഈസ് ഗിവൺ. ലഭിച്ചു എന്നുള്ള വലിയ ധൈര്യത്തിലും പ്രത്യാശയോടും കൂടി ദൈവത്തോട് ചോദിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിൽ കൃപയിൽ നിൽക്കണം. ദൈവം നമുക്കിടത്താണോ വലത്താണോ ദൈവം ഒരുക്കിയിരിക്കുന്ന വാസല നമുക്ക് നൽകും. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം വായിക്കുന്നു, ഞാൻ പോകുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കും. ദൈവത്തിൻ്റെ ആത്മാവ്
ഈ വചനത്താൽ നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൂടെ ഇരുന്ന് ഈ ഭൗമിക ജീവിതം സ്വർഗത്തിലേക്കുള്ള ഒരു വലിയ കരേറ്റത്തിൻ്റെ ഒരുക്കകാലമാക്കി തീർക്കട്ടെ. നാമും നമ്മുടെ കൂടെയുള്ളവരും രക്ഷാമാർഗത്തിലാണെന്ന് നല്ല ബോധ്യം നൽകട്ടെ. ഈ ജീവിതത്തിനപ്പുറമായ ഒരു നിത്യജീവൻ്റെ പ്രത്യാശ നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിൽ നൽകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.